മമ്മിക്കാക്ക നമ്മളെ അയൽക്കൂട്ടത്തിന്നേ ടൂർ പോകുന്നുണ്ട്, നമുക്കും പോയാലോ? ആ ആയിക്കോട്ടെ പാത്തിമേ, നമുക്കും പോവാം. അനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാക്കും കൂടി പോകാനൊപ്പം ടൂർ. ഞാൻ നമ്മളെ മുത്താണ്. ആ എന്തായാലും ഇപ്പൊ നമ്മളെ രണ്ടാളെയും പേര് കൊടുത്തടാ. എന്നാ പോണെന്നൊക്കെ ചോദിച്ചു നോക്ക്. ആയിക്കോട്ടെ, ശരി എന്നാല്. ഓ എന്താ കടലിന്റെ ഒരു ചൊറുക്കില്ലേ. സൂപ്പർ കടൽ തന്നെ കേട്ടോ. തിരി മത്സ്യകന്യകമാരുണ്ടാവാം. ഇച്ചൊല്ലിന്ന് കാണാൻ പൂതിണ്ടായിനി. മത്സ്യകന്യകമാരൊന്നും കടലുണ്ടാവില്ല, അതൊക്കെ കഥയിലുള്ളതല്ലേ. കടലിൽ കുറെ മുത്തും പവിഴം, കുറെ മീനുകളും തിമ്മീങ്കലും അങ്ങനെ കുറെ സാധനങ്ങളുണ്ടാവും. ആ നമ്മളൊപ്പം പോകുന്നവരെ കൂടെ ഓലൊന്നും കാണാനില്ലല്ലോ. ഓലൊക്കെ അവിടെ കുത്തിരിക്കുന്നുണ്ട്, അപ്പുറത്ത് ആ മുകളിലാ ഭാഗത്ത്. ആ ഞമ്മക്കും നാട് പോകേനി. എത്ര എളുപ്പം സമയം പോയത് അറിഞ്ഞില്ലല്ലോ അമ്മിണിയെ. ആ മമ്മിക്കാക്ക, ഒരു ദിവസം പോയത് അറിഞ്ഞില്ലല്ലേ. ആ അതന്നെ, നമ്മളെ കൂടെ വന്നോലെ കൂടെ നമുക്ക് ഓലെടുക്കാൻ പോകേനി. ഓലൊക്കെ ബസ് കയറിന്നാ തോന്നണേ, ഒറ്റ എണ്ണത്തിന് ഇവിടെ എവിടെയും കാണാനില്ല. ആ ഓലൊക്കെ പോയി ബസ് കയറി. നമുക്കും പോയാലോ ബസ് കയറാന്? ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ആ ഞമ്മക്കും പോകുക, പോരുന്നാലെല്ലാരും. നടന്നൂടിന്നാല്. അതാ പാടച്ചോനെ കറണ്ടും പോയല്ലോ. അതെന്നിപ്പോ എന്താ ചെയ്യാ മമ്മിക്കാക്ക, നിങ്ങളെവിടെയാ? ഇനി പിടിച്ച് എനിക്ക് പേടിയാവുണ്ട്. എനിക്ക് ഇഷ്ട പേടിയാന്നൊക്കെ അറിയില്ലേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പാത്തുമ്മേ, ഇങ്ങോട്ട് വാ. അമ്മിണിയെ ഈയോടെ. ഞാൻ നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ട് ഏട്ടാ. നടക്കിയതായിരുന്നു, ഞമ്മക്ക് മെല്ലെ മെല്ലെ തപ്പി പിടിച്ച് നടന്നു നോക്കുക. എന്തോ ഒരു സൗണ്ട് ഉണ്ട്. അത് ശരിയാണല്ലോ, എന്തോ ഒരു സൗണ്ട് ഇട്ടല്ലോ. അത് ശരിയാണല്ലോ, പിന്നെയും കേൾക്കണത് ആ സൗണ്ട് തന്നെ. എന്ത് സൗണ്ടാണ് അത്? പാത്തുമിത്താത്ത, അത് പ്രേതത്തിന്റെ സൗണ്ട് പോലെ ഉണ്ടല്ലോ. ഇത് വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചാൽ നിൽക്കല്ലേ ടമ്മിണിയെ. അതന്നെ അതന്നെ, പ്രേതൊന്നുമില്ല, വെറുതെ ഓരോന്ന് പറയണ്. ബാക്കിയുള്ളവരെയും കൂടി പേടിപ്പിച്ചാന്. വേഗം നടന്നുകൂടി, നമുക്ക് വേഗം പോവാ. അല്ലോ വേഗം ആരോ വിളിക്കുന്നു. തിരിഞ്ഞു നോക്കണ്ട, നമുക്ക് മെല്ലെ പോവാ, അതപ്പോ നല്ലത്. പടച്ചോനെ പെട്ടല്ലോ. ഇന്റെ പേരാണല്ലോ ഇത് വിളിച്ച്. ഇന്നെത്രക്ക് അറിയണത് ആരത്? അത് പ്രേതം തന്നെയാണ്, തിരിഞ്ഞു നോക്കണ്ട. നമുക്ക് മെല്ലെ വേഗം നടക്കാം, അത് നല്ലത്. അയ്യന്റെ അമ്മേ, ഞാനിത് അയ്യോ, രഘുവേട്ടന്റെ ബോധം പോയി. അല്ല പ്രേതേ, അനക്കിപ്പോ എന്താ വേണ്ടി? ഇത് ഞങ്ങളെ രഘുവിന്റെ ബോധം കളഞ്ഞില്ലേ? മമ്മിക്കാക്കങ്ങളൊന്നും ഉണ്ടാക്കി, നിങ്ങളെ തമാശ ഇപ്പൊ പ്രേതത്തിനോടാ. അല്ല പിന്നെ, ഏത് പ്രേതായാലും ഞമ്മളൊപ്പം പോകുന്ന ഒരാളെ ബോധം കളഞ്ഞുകാണ്ട് അതിന് കൂട്ടിക്കാനോ നിന്നെ കിട്ടൂല. അല്ല പ്രേതേ, അല്ല എത്തപ്പന്റെ വിചാരം ഞങ്ങളുടെ അമ്മിണിന്റെ കെട്ടിയനാണ്. ഓന്റെ ബോധം കളഞ്ഞപ്പോ അനക്കെന്തിപ്പോ കിട്ടിയേ? മമ്മിക്കാക്ക, നിങ്ങളൊന്ന് നിർത്തിക്കാണി, നിങ്ങൾ പ്രേതത്തിനോടായി കളിച്ചണേ. ഇവിടെ ഏത് പ്രേതായാലും വേണ്ടില്ല, എന്തിനെ ഓന്റെ ബോധം കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി, അല്ലാതെ ഇവിടുന്ന് വിടൂല. അതാ പ്രേതപ്പത് ഇവിടെ പോയി. ഈ മമ്മിക്കാക്കാന്റെ വർത്താനം കേട്ട് പേടിച്ച് മാറിപ്പോയോ? അത് ശരിയാണല്ലോ, എവിടത്? എവിടേക്കാ പോയി? ഞാൻ ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞപ്പോത്തിന് തന്നെ ആ പ്രേതം പോയോ? ആഹാ, ഇങ്ങനെയാണെങ്കി ഇപ്പൊ ഞാൻ കുറച്ച് അധികം പറയുകയാണെങ്കി ഇപ്പൊ ആ പ്രേതം ഇവിടെ ഉണ്ടാവില്ലല്ലോ, ഈ ലോകത്തന്നെ നിൽക്കൂലല്ലോ. നമ്മളെ മമ്മിക്കാക്ക ആള് ഉസാർ തന്നെയാണ്. ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്ത് പാത്തിമ്മേ, ഇതൊക്കെ എന്ത്? മമ്മിക്കാക്ക, എന്തിപ്പോ നിങ്ങൾക്ക് പറ്റിയ? കുറെ നേരമായില്ലേ ഭയങ്കര ചിരിയും സംസാരമൊക്കെ കേൾക്കണേ. സംസാരോ? അപ്പൊ നമ്മള് ടൂറ് പോയില്ലേ? പടച്ചോനെ, സ്വപ്നം കണ്ടതാണോ? എവിടേക്ക് ടൂർ പോണ കാര്യങ്ങൾ ഈ പറയണേ? ഓരോന്ന് സ്വപ്നം കാണും, എന്നിട്ടിപ്പോ ടൂർ പോയാലോ? അഞ്ച പാത്തിമ്മയെ, എന്റെ പണിയല്ലേ ഇപ്പൊ ഞാൻ വന്ന് വിളിച്ചേ. ഞാനിപ്പോ നല്ലൊരു സ്വപ്നം കാണേനി, അത് സുയിപ്പാക്കിയോള്. ഹൈ